ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഗുണം പറയുമ്പോൾ താടിയുള്ളവനും തഴമ്പുള്ളവനുമല്ല, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ് ഒരു സത്യവിശ്വാസി ആരെന്നറിയുമോ? ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഗുണം അല്ലാഹു പറയുകയാ, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് യഥാർത്ഥ ഒരു സത്യവിശ്വാസിയുടെ ഗുണം പറയുമ്പോ, ഒരു യഥാർത്ഥ സത്യവിശ്വാസിയെ കുറിച്ച് അല്ലാഹു പറയുമ്പോ അവനെന്ന് പറഞ്ഞല്ലോ, അവൻ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ, അവന്റെ മുന്നിൽ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ ഹൃദയങ്ങൾ പിടയ്ക്കുകയാണ്. ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് അവന് പശ്ചാത്തപിച്ചുകൊണ്ട് അവന്റെ സർവ്വകാര്യങ്ങളും അല്ലാഹുവിലേക്ക് പരമേൽപ്പിച്ചുകൊണ്ട് മടങ്ങുമെന്ന് ഖുർആൻ പറയുമ്പോ, തവക്കൽതു അലല്ലാഹ് എന്ന ജീവിതത്തിൽ പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അത് വെറുതെ പറയാനുള്ളതല്ല, അത് വെറുതെ പറയാനുള്ളതല്ല, അത് എല്ലാവർക്കും പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല, അത് വെറുതെ തമാശയ്ക്ക് പറയാനുള്ളതല്ല. തവക്കൽതു അലല്ലാഹ് എന്ന് തന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ കടന്നു വരുമ്പോ ഇഖ്ലാസോടുകൂടി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഞാൻ ഉറപ്പിച്ചു പറയുന്നത് സാധാരണ ഒരാൾക്ക് പറയാ കഴിയുകയില്ല. അത് സാധാരണ ഒരാളുടെ നാവിന്റെ തുമ്പിൽ വരുന്ന വാചകമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, ഈ തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ പറയുന്നത്. തവക്കൽതു അലല്ലാഹ് എന്ന് തന്റെ ജീവിതത്തിൽ പറയുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ, ഫൈദാ അസംതും ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നവരെ നിനക്ക് അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഈ ലോകത്തിന്റെ അധിപനായ പ്രപഞ്ചം മുഴുവന് വടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ എന്റെയും നിന്റെയും റബ്ബുണ്ടല്ലോ, ആ റബ്ബിന് നിന്നെ വല്ലാത്ത ഇഷ്ടമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ, ഫതവക്കൽ അലല്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും എന്തൊക്കെ ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും കടന്നു വന്നാൽ അവന്റെ കാര്യങ്ങൾ മുഴുവനും അല്ലാഹുവിന് പരമേൽപ്പിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെ പടച്ച റബ്ബിന് വല്ലാത്ത ഇഷ്ടമാ, അവനോട് അല്ലാഹുവിന് വല്ലാത്ത സ്നേഹമാണ്, അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹു ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും ഒരു പെണ്ണിയെ സദസ്സിലിരിപ്പുണ്ടോ? എങ്ങനെയാണ് പടച്ച റബ്ബിന്റെ സ്നേഹം കിട്ടുന്നത്? എങ്ങനെയാണ് പടച്ച റബ്ബ് ഇഷ്ടപ്പെടുന്നത്? അതിനു വേണ്ടിയല്ലേ നിസ്കരിക്കുന്നത്, അതിനു വേണ്ടിയല്ലേ ഖുർആൻ ഓതുന്നത്, അതിനു വേണ്ടിയല്ലേ സദഖ കൊടുക്കുന്നത്, അതിനു വേണ്ടിയല്ലേ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്? ജീവിതത്തിൽ ഉറക്കമുടിഞ്ഞുകൊണ്ട് ഈ രാത്രി ഇവിടെ വന്നിരുന്ന് വഅദ് കേൾക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അല്ലാഹുവേ,
നിന്റെ ഖുർആൻ പഠിച്ച മക്കളുടെ മജ്ലിസാണല്ലോ, നിന്റെ ഖുർആൻ പഠിച്ച മക്കൾ ആദരിച്ച മജ്ലിസാണല്ലോ. ഇവിടെ വന്നിരുന്ന പടച്ചവനെ നിന്റെ സ്നേഹം ഞങ്ങൾക്ക് കിട്ടുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവര്, അള്ളാഹു ഒരു മനുഷ്യനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരു പ്രയാസമില്ലല്ലോ. എത്ര വലിയ പ്രതിസന്ധി വന്നാലും തകർന്നു പോകില്ലല്ലോ. അവൻ അള്ളാഹുവിന്റെ സഹായം കിട്ടുമല്ലോ. എല്ലാ വഴിയിലൂടെയും പടച്ച റബ്ബ് സഹായിക്കുമല്ലോ. പാപങ്ങൾ ചെയ്യാതെ നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമല്ലോ. ഒരാൾ അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ കൈ അള്ളാഹു ആകുമല്ലോ, അവന്റെ കണ്ണല്ലാഹു ആകുമല്ലോ, അവന്റെ ചെവി അല്ലാഹു ആകുമല്ലോ, അവന്റെ കാലല്ലാഹു ആകുമല്ലോ. അവൻ അല്ലാഹുവിലേക്ക് നടന്നാൽ പടച്ചവൻ അവനിലേക്ക് ഓടി വരുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനെ അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാ. അതുകൊണ്ട് തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു നല്ല ഗുണം നിനക്കുണ്ടോ? ഒന്നാമത്തെ പ്രതിഫലമെന്ത്? നിന്നെ അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒന്ന്, നിന്നെ അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ഇത് പറയാൻ കഴിയൂ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഇന്ന് ഈ വഅദിന് വരുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കുക. ഇന്ന് വഅദിന് വരുന്നതിന് മുമ്പ് താത്താമാര്, ഞാൻ പറഞ്ഞില്ലേ അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ഇത് പറയാൻ പറ്റൂ. അല്ലാതെ താടിയും തഴമ്പും മാത്രമല്ല, അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ എന്ത് കാര്യം വരുമ്പോഴും തവക്കൽതു അലല്ലാഹ് എന്ന് പറയാൻ പറ്റൂ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് നിസ്സാരമല്ല, അത് വെറുതെ പറഞ്ഞ് കളയേണ്ട ഒരു വാചകമല്ല. ജീവിതത്തിലേക്ക് എത്ര വലിയ പ്രതിസന്ധിയും ഏത് പ്രയാസം വന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരു നല്ല ഗുണം നമ്മുടെ നാവിലേക്ക് നമ്മൾ കൊണ്ടുവരണം. മറ്റുള്ളവരോട് നമ്മൾ പറയും, അതല്ല അല്ലാഹുവിനോട് പറ. അല്ലാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ, അതാ പറഞ്ഞത്, ഒരിക്കലും മരണമില്ലാത്ത അല്ലാഹ്, ഒരിക്കലും മരിക്കാത്തവനോടാണ് നിങ്ങൾ പരമേൽപ്പിക്കേണ്ടത് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു നല്ല ഗുണം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. അപ്പൊ ആർക്കെങ്കിലും തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഗുണമുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹുണ്ട്. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹുവിന്റെ അർശുണ്ട്. മരിക്കുന്ന കാലം വരെ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. രണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അവൻ അല്ലാഹു മതിയാവുകയാണ്. അവൻ അല്ലാഹ് മതി, ഒരു പേടിയുമില്ല. ഈ പ്രപഞ്ചത്തിൽ ഒരു മഖ്ലൂക്കിനെയും അവന് ഭയമില്ല. പടച്ചവനെ, അല്ലാഹുവിന്റെ കൂടെയുണ്ടല്ലോ. അവൻ അല്ലാഹു മതിയാവുകയാണ്. ഏത് പ്രശ്നമാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും അവൻ അല്ലാഹു മതിയാകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ